നമസ്കാരം. വയനാട്ടിലെ കുറിച്യ സമുദായത്തിൻ്റെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള ചടങ്ങുകളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മലക്കാരിയാണ് ഇവരുടെ മുഖ്യദേവൻ. മലക്കാരി എന്നാൽ ശിവൻ്റെ കാട്ടാള രൂപം. പിന്നെ ഭഗവതിയും അതിരാളനുമുണ്ട്. അതിരാളൻ എന്നാൽ വിഷ്ണുവിൻ്റെ കാട്ടാള രൂപമാണ്. ഈ നിൽക്കുന്ന 5 പേരാണ് ഭഗവാന്റെ ഭൂതഗണങ്ങളെ സൂചിപ്പിക്കുന്നത്. ഇവർക്ക് 5 പേർക്കും ദർശനം ലഭിച്ചിരിക്കുന്നവരാണ്. ഇന്ന് ഇവരിവിടെ വന്നിരിക്കുന്നത് ക്ഷേത്ര പരിസരത്ത് നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും രീതിയിലുള്ള എനർജികളെ കയറ്റാതെ പ്രൊട്ടക്ഷൻ ചെയ്തു നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് ഇവരുടെ ഉത്സവത്തോടനുബന്ധിച്ച് യാതൊരുവിധ തടസ്സങ്ങളും ആർക്കും വരാതെ എല്ലാം സംരക്ഷിച്ച് നിർത്താൻ വേണ്ടിയിട്ട്, ഒരു രീതിയിലുള്ള ദുഷ്ടശക്തികളും അതിലേക്ക് എൻ്റർ ആവാതെ കാത്ത് പരിപാലിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ദേവചൈതന്യം കൂടിയിരിക്കുന്ന ഈ 5 പേര് ഇവിടെ വന്നിരിക്കുന്നത്. ഈ പ്രൊട്ടക്ഷനെ ഇവരുടെ ഭാഷയിൽ പറയുന്നത് കാപ്പാല കെട്ടുക എന്നാണ് കേട്ടോ. അപ്പോൾ കാപ്പാല കെട്ടാൻ വേണ്ടിയിട്ടാണ് ഇവർ വന്നിരിക്കുന്നത്. ഇവർ പുറംകാലന്മാർ എന്നാണ് പറയുന്നത്. പുറംകാലന്മാർ ഇവർ ശിവൻ്റെ ഭൂതഗണങ്ങളായിട്ടാണ് കരുതപ്പെടുന്നത്. ഈ അരിയിടുന്ന ചടങ്ങെന്ന് പറയുന്നത്, ഈ അരി ഇടുന്നത് ഇവർക്ക് ഭഗവാന്റെ ആ അരുള് കിട്ടുന്നത് കൊണ്ടിട്ടാണ്. അവരുടെ ശരീരത്തിലേക്ക് ആ ഭഗവാൻ പ്രവേശിക്കുന്നു എന്നുള്ളതാണ്, ഭൂതഗണങ്ങൾ പ്രവേശിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇവർ ഇപ്പോൾ ഭഗവാൻ ഇവരിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇവർ ചെയ്യുന്നത്, ഈ ക്ഷേത്രവും ക്ഷേത്ര പരിസരത്തും നെഗറ്റീവ് എനർജികൾ എന്തെങ്കിലും വരാൻ സാധ്യതയുള്ള അവിടെയും പോയി ഇവർ ശക്തമായിട്ടുള്ള രീതിയിൽ പ്രതിരോധിച്ച് നിർത്തുന്നു. അതായത് ഈ ക്ഷേത്രത്തിനെ മുഴുവനും സംരക്ഷിച്ച് നിർത്തുന്നു. ഉത്സവത്തോടനുബന്ധിച്ച് ദേവനോ ദേവചൈതന്യത്തിനോ ക്ഷേത്രത്തിനോ ക്ഷേത്ര ചടങ്ങുകൾക്കോ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും വരാതെ പ്രൊട്ടക്റ്റ് ചെയ്ത് സംരക്ഷിച്ച് നിർത്തുക എന്നുള്ളതാണ് ഇവരുടെ ധർമ്മം. എല്ലാം നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചടങ്ങ് നടത്തുന്നത്. എല്ലാ ദുഷ്ടശക്തികളെയും അടക്കി നിർത്തുക, അതിനു വേണ്ടിയിട്ടാണ് ശിവൻ്റെ ഭൂതഗണങ്ങളായ ഈ 5 പേരും, പുറംകാലന്മാർ എന്നറിയപ്പെടുന്ന ഈ 5 പേരും ഇവിടെ ചേർന്നിരിക്കുന്നത്. ഇവർ കാടിറങ്ങി വരുന്നവരാണ്. ഇലയെടുത്ത് പൂവലല്ലോ പൂവല